പത്തനംതിട്ട ജില്ലയിൽ ഇത്തവണ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, കട്ടപ്പുക. കഴിഞ്ഞ തവണത്തെ നാണംകെട്ട തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇത്തവണ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതിനു പുറമെയാണ് പാർട്ടിയിലെ ഗ്രൂപ്പ് കുമാരന്മാരുടെ വെട്ടിനിരത്തൽ രാഷ്ട്രീയം. സ്വന്തം കാലുവാരി തോൽപ്പിക്കുന്നതിൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കളെ കഴിഞ്ഞ ലോകത്ത് വേറെ ആരുമുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റാന്നിയിൽ നടക്കുന്നത്. ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള റിങ്കു ചെറിയാൻ എന്ന ജനകീയ നേതാവിനെ ഇത്തവണ കോൺഗ്രസ് നൈസായിട്ടങ്ങ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം പത്തനംതിട്ടയിൽ കോൺഗ്രസ് എങ്ങനെയാണ് സ്വന്തം കുഴി തോണ്ടുന്നത് എന്ന്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇത്തവണ കോൺഗ്രസ് വലിയൊരു പരാജയമാണ് കാത്തിരിക്കുന്നത്. ഗ്രൂപ്പ് വൈരാഗ്യം കാരണം താഴെ തട്ടിൽ പ്രവർത്തകർ പാർട്ടിയെ കൈവിട്ടു കഴിഞ്ഞു. കഴിഞ്ഞ തവണ 0-ന് ഔട്ടായ നാണക്കേട് മാറ്റാൻ നോക്കുന്നതിന് പകരം നേതാക്കൾ തമ്മിൽ തല്ലുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് റാന്നിയിലെ വഞ്ചന പുറത്തു വരുന്നത്. ജയിക്കാൻ സാധ്യതയുള്ളവനെ തോൽപ്പിക്കാൻ കച്ചകെട്ടിറങ്ങിയ ഒരു നേതൃത്വത്തിന് എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക? പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഇത്തവണ 0-ലേക്ക് ചുരുങ്ങുമെന്നതിൽ ഒരു തർക്കവുമില്ല. കായംകുളത്ത് ബിജുവിനെ ഇറക്കി കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ കളഞ്ഞ അതേ നാടകം തന്നെയാണ് ഇവിടെയും കാണുന്നത്. കോന്നിയിലും ആറന്മുളയിലും തിരുവല്ലയിലുമൊക്കെ ഇതേ ഗ്രൂപ്പ് പോര് കാരണം പാർട്ടി സംവിധാനം പാടെ തകർന്നു കിടക്കുകയാണ്. പത്തനംതിട്ടയിലെ മറ്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇത്തവണ വിയർക്കും. കോന്നിയിലും ആറന്മുളയിലും ഗ്രൂപ്പ് പോര് കാരണം പാർട്ടി സംവിധാനം താറുമാറായിരിക്കുകയാണ്. റാന്നിയിൽ ഇത്തവണ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അത് റിങ്കു ചെറിയാനിലായിരുന്നു. കഴിഞ്ഞ തവണ LDF തരംഗത്തിലും റാന്നിയെ വിറപ്പിച്ച ആ യുവ നേതാവിനെ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇത് വെറുമൊരു മാറ്റമല്ല, പച്ചയായ വഞ്ചനയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഗ്രൂപ്പ് ഗുസ്തിയിൽ ബലിയാടായത് റാന്നിയിലെ പ്രവർത്തകരുടെ പ്രതീക്ഷകളാണ്. വേണുഗോപാൽ പക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ജയിക്കുന്ന കുതിരയെ മാറ്റുന്നതുവരെ റാന്നിയിൽ കോൺഗ്രസ് തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു. റിങ്കു ചെറിയാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞ വാചകം കോൺഗ്രസ് അണികളുടെ ഹൃദയം തകർക്കുന്നതാണ്. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. അതെ, പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്ന നേതാക്കളില്ലാത്ത ഗ്രൂപ്പ് യജമാന്മാർ ഭരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധംപതിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ഇന്ന് തണൽ നഷ്ടപ്പെട്ടതോടെ കോൺഗ്രസ് എന്ന പാർട്ടി വെറും ഒരു ഗ്രൂപ്പ് മാഫിയായി മാറിയിരിക്കുകയാണ്. പാവം റിങ്കു ചെറിയാനെ പോലെ വർഷങ്ങളായി പാർട്ടിക്കായി വിയർപ്പൊഴുക്കിയവരെ ചതിക്കുന്നത് കോൺഗ്രസിന്റെ പതിവ് പരിപാടിയായി മാറി. പത്തനംതിട്ടയിലെ കോൺഗ്രസ് ഓഫീസുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയമല്ല, മറിച്ച് ഗ്രൂപ്പ് ലേലമാണ്. ഒരാൾ ചെന്നിത്തലയുടെ പേര് പറയുമ്പോൾ മറ്റൊരാൾ വേണുഗോപാലിന്റെ കാല് പിടിക്കുന്നു. സാധാരണ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിയെ വേണ്ട, അവർക്ക് വേണ്ടത് സ്വന്തം ഗ്രൂപ്പുകാരനെയാണ്. റാന്നിയിൽ റിങ്കു ചെറിയാനെ വെട്ടിയത് മണ്ഡലം ജയിക്കാനല്ല, മറിച്ച് തങ്ങളുടെ ഗ്രൂപ്പിന് ഒരു സീറ്റ് അധികം കിട്ടാനാണ്. ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: പാർട്ടി തോറ്റാലും വേണ്ടില്ല, എന്റെ ഗ്രൂപ്പുകാരൻ അവിടെ വാഴണം. പണ്ട് K കരുണാകരന്റെയും ആന്റണിയുടെയും കാലത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് പാർട്ടിയായിരുന്നു വലുത്. ഇന്നത്തെ ഈ ഗ്രൂപ്പ് കുമാരന്മാർക്ക് പാർട്ടിയല്ല, സ്വന്തം ഈഗോയാണ് വലുത്. റാന്നിയിലെ ഗ്രൂപ്പ് കളി കണ്ടാൽ തോന്നും ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത് വോട്ടർമാരല്ല, മറിച്ച് ഡൽഹിയിലെ ഹൈക്കമാൻഡ് ആണെന്ന്. റാന്നിയിലെ കവലകളിൽ വെയിലുകൊണ്ട് പണിയെടുക്കുന്ന സാധാരണ കോൺഗ്രസുകാരന് റിങ്കു ചെറിയാനെ അറിയാം. പക്ഷേ ഡൽഹിയിലെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് ഗ്രൂപ്പ് സമവാക്യം നോക്കുന്നവർക്ക് റിങ്കു ചെറിയാനെ അറിയില്ല. അവർക്ക് വേണ്ടത് മണ്ഡലത്തിൽ സ്വാധീനമുള്ളവരെയല്ല, മറിച്ച് ഡൽഹിയിൽ ചെന്ന് കൈ നീട്ടി നിൽക്കുന്നവരെയാണ്. റാന്നിയിലെ ജനങ്ങളുടെ പൾസ് അറിയാത്ത ഈ നേതാക്കൾക്ക് ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ കിട്ടാൻ പോകുന്നത് വട്ടപൂജ്യമാണ്. സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാത്ത ഒരു നേതൃത്വത്തിന് എങ്ങനെയാണ് നാട്ടുകാരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുക? പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത് നാണംകെട്ട തോൽവിയായിരിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. സ്വന്തം വീട് ഭരിക്കാൻ കഴിയാത്തവർ എങ്ങനെ നാട് ഭരിക്കുമെന്ന വോട്ടർമാരുടെ ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ അസ്തമിച്ചിരിക്കുകയാണ്. മറ്റു സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിട്ടും കോൺഗ്രസ് ഇന്നും ഗ്രൂപ്പ് തിരിഞ്ഞ് അടിപിടിയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ UDFന് ഇത്തവണ തോൽക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട. സ്വന്തം നേതാക്കളുടെ ഈ ഗ്രൂപ്പ് കളി തന്നെ ധാരാളം. ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ റാന്നിയിലെ വോട്ടർമാർക്ക് മുന്നിൽ തെളിയുന്നത് വളരെ വ്യക്തമായ ഒരു ചിത്രമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കിലെത്തിയിട്ടും ഇത്തവണ ഒരു ജനകീയ പോരാളിയെ ചതച്ചു പുറത്താക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തറവേല രാഷ്ട്രീയ കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. സ്വന്തം അണികളുടെ വികാരം മാനിക്കാത്ത ഗ്രൂപ്പ് യജമാനന്മാരുടെ കൽപ്പനകൾക്ക് മാത്രം വില നൽകുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുകയാണ്.
പത്തനംതിട്ടയിലെ ഓരോ മണ്ഡലത്തിലും ഇത്തവണ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്ന ആ വലിയ തിരിച്ചടിയുടെ തുടക്കം റാന്നിയിൽ നിന്നായിരിക്കും. ഒരു വശത്ത് കൃത്യമായ കണക്കുകൾ നിരത്തി നിയമസഭയിൽ 98% ഹാജർ നില ഉറപ്പാക്കി മണ്ഡലത്തിന്റെ വികസനത്തിനായി 300-ലധികം ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു MLA-യുടെ കരുത്തുറ്റ സാന്നിധ്യം അവിടെയുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി റാന്നിക്കാർ ഈ പ്രവർത്തനങ്ങളെ ഇത്തവണ വിലയിരുത്തും എന്നതിൽ തർക്കമില്ല. കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര കലഹം യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് ആർക്കാണ്? അഴിമതിയുടെയും ഗ്രൂപ്പിസത്തിന്റെയും ഈ അവിശുദ്ധ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ റാന്നിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറെടുക്കുമ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളാണ്. പത്തനംതിട്ടയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ പതനം പൂർണ്ണമാകുന്ന ഒരു കാഴ്ചയാണോ നിങ്ങൾ ഈ കാണാൻ പോകുന്നത്? വഞ്ചനയുടെ കൈപ്പത്തിക്ക് വോട്ടർമാർ നൽകുന്ന ആ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? മണ്ഡലത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ആ വിധി ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.